ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം, പിടിച്ചുപറി, കുഴൽപ്പണ ഇടപാട്, ഭൂമി തട്ടിപ്പ് ഇങ്ങനെ തുടങ്ങി അനേകം തട്ടിപ്പുകളും തരികിടകളുമായിട്ട് നടക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. നമ്മളെ സോഷ്യൽ മീഡിയ, വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ വളരെ കാലങ്ങളായിട്ട് ജീവിക്കുന്ന വിവിധ സമുദായങ്ങളുണ്ട്, വിവിധ ജാതികളുണ്ട്, വിവിധ മതക്കാരുണ്ട്. ഒരു കാലത്ത് തൻ്റെ വീട്ടിലുള്ളത് അങ്ങോട്ട് കൊടുത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുമൊക്കെ ജീവിച്ചിരുന്ന മനോഹരമായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തെ വിസ്മരിക്കും വിധം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് LDFും UDFും, അവർ കാലാകാലങ്ങളായിട്ട് വോട്ടിന് വേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തെ ഈ മതേതര ബോധം എന്താണ് എന്ന് പോലും അറിയാനാവാത്ത വിധം അവരുടെ മസ്തിഷ്കത്തെ യഥാർത്ഥത്തിൽ നശിപ്പിച്ചും അതിൻ്റെ ചിന്താശേഷിയെ ഇല്ലാതാക്കിക്കൊണ്ടും ചില വിഷവിത്തുകൾ, പലതരത്തിലുള്ള പദാർത്ഥങ്ങളും നമ്മെ പരിശീലിപ്പിച്ച് നമുക്ക് തന്ന് അവരുടെ ഇഷ്ടങ്ങൾക്ക് വിധേയമാക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നിട്ടും ഇവന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും കാണാതെ ഇന്നും മതേതര ബോധത്തിന്റെ ഉണങ്ങിയ കമ്പിൽ എത്തിപ്പിടിച്ച് തങ്ങി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, ഇപ്പോൾ ന്യൂനപക്ഷമാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ മതേതര ബോധത്തിന്റെ ആ തണലത്തിരുന്നു കൊണ്ട് ഇന്നും സുഖമായി അന്തിയുറങ്ങുന്നു. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്കതിൽ താല്പര്യമില്ല എന്നതുകൊണ്ടാണ്. രാഷ്ട്രീയം എന്ന് നിങ്ങൾ കേൾക്കുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസം മാത്രമാണ്. അല്ലാത്ത ഒരു ദിവസവും നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ചോ നമ്മുടെ സമൂഹത്തെക്കുറിച്ചോ സോഷ്യൽ മീഡിയ വഴിയോ ഒന്നും തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് വീഡിയോ ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മതമാണ് 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 ഞങ്ങൾക്ക് വലുതെന്നും, മതത്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജ്യത്തെ കാണുന്നതെന്നും, ഞങ്ങളുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ധനവും അതുപോലെയുള്ള വസ്തുവകകളുമൊക്കെ ഞങ്ങൾ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്നും ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വർഗീയവാദികൾ, മുനിസിപ്പാലിറ്റി ഓവിൽ നിന്ന് വരുന്ന ദുഷിച്ച കീടങ്ങളെ പോലെ ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഈ വിഷ പദാർത്ഥങ്ങൾ വളരെ കാലങ്ങളായിട്ട് സമൂഹത്തിൽ കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് LDFും UDFും എന്ന രാഷ്ട്രീയ സംഘടനകളാണ്. VD സതീശനെ പോലെയുള്ള പരമഭോറന്മാർ ഇന്ന് കോൺഗ്രസിന്റെ ജനാധിപത്യ ഭാവത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഹിന്ദു സമൂഹത്തെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പിണറായി വിജയനെ പോലെയുള്ള സഖാക്കൾ ഇതിനു മുൻപും അത് ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും തുടർന്നും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അടുത്തു വരുന്ന ഇലക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. ആരാണ് നമുക്ക് നമ്മെ ജയിക്കണം അല്ലെങ്കിൽ നമ്മെ വലിയ ആക്കണം എന്നല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണം. രാജ്യത്തിൻ്റെ യഥാർത്ഥ മതേതര ബോധവും യഥാർത്ഥ സ്വാതന്ത്ര്യവും ഇവിടെ ജനാധിപത്യവും പുലർന്നെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും മാന്യമര്യാദയ്ക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് വേണം നിങ്ങൾ ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് പോവാൻ. ഇനിയും ഇത് നിങ്ങൾ വിസ്മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇനി കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ നയിക്കാൻ ചില ക്ഷുദ്രശക്തികൾ തയ്യാറാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീൽസും മറ്റുമൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നതിന് പകരം ഇത്തരം വീഡിയോസും കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന് നന്നായിരിക്കും.